MP വാസുദേവൻ നായർ ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചെറുകഥയിൽ ഭ്രാന്തനും വേലായുധനും അദ്ദേഹത്തിന്റെ ആന്തരിക സംഘർഷങ്ങളും സാമൂഹ്യ ബോധവും തമ്മിലുള്ള ഒരു സംവാദമാണ്. വെറും ഒരു കഥയല്ല, മനുഷ്യത്വത്തിന്റെ ഒടുവിലത്തെ അതിർത്തിയിൽ നിലകൊള്ളുന്ന ഒരാളുടെ ആത്മചൂടയുടെ ഏകാധിപത്യത്തിലൂടെ ഈ ഭ്രാന്തനും ചിലത് പറയാനുണ്ട്. എനിക്ക് ചിലത് പറയാൻ നിങ്ങളോട്. എന്റെ പേര് വേലായുധനാണ്. നിങ്ങൾക്ക് എന്നെ വിളിക്കാനും വേലായുധനല്ലേ? അതങ്ങനെ ഇങ്ങനെ ഭ്രാന്തൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള താത്താന്ന് വിളിക്കുമ്പോ നിങ്ങൾക്കൊരു മനസ്സുഖം ഉണ്ടാവും. അങ്ങനെ വെച്ചാ അത് വിളിച്ചോ, വേലായുധ, ഭ്രാന്തൻ വേലായുധ. ഞാൻ എന്നെ തന്നെ വിളിച്ചപ്പോ എനിക്കല്ല സുഖം. നിങ്ങള് വിളിച്ചോട്ടി. ഞാൻ ഭ്രാന്തനാണെങ്കിൽ നിങ്ങളൊക്കെ ആരാണ്? ഞാൻ ഭ്രാന്തനാ? എന്നാലും സത്യം പറയാം, ഞാൻ ഭ്രാന്തനല്ല. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാ. നിങ്ങളെല്ലാവരും മുഖം മൂടി നടക്കുന്ന ഭ്രാന്തന്മാരാ. ഞാൻ എന്റെ ഭ്രാന്ത് ഇങ്ങനെ തുറന്ന് കാട്ടുന്നുള്ളൂ. എനിക്ക് ചുറ്റും മതിലുകൾ ഉണ്ടാക്കി. എന്നാ ഞാൻ മാത്രമാണോ ബന്ധനത്തില്? അല്ല, നിങ്ങളൊക്കെ അദൃശ്യമായ ജയിലിലാണ്. നിങ്ങളൊന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കേ, നിങ്ങളൊക്കെ ജയിലിലാണ്. ഒക്കെ ചുറ്റും മതിലുണ്ട്. നിങ്ങളെ പോലെ ഇക്കുണ്ടായിരുന്നു ചെറുപ്പകാലം. നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ ചെറുപ്പകാലം? ഇല്ല, നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്കുണ്ടായിരുന്നില്ല ചെറുപ്പകാലം? എന്റെ ചെറുപ്പകാലം ഒരു കറുത്ത കടലാസ. അതില് നിങ്ങൾ വിഷം കൊണ്ട് ചില അക്ഷരങ്ങൾ എഴുതി. ഇതൊക്കെ എന്നോട് വായിക്കാൻ പറഞ്ഞു. വിഷം പറ്റിയ അക്ഷരങ്ങൾ ഞാൻ വായിച്ചെടുത്തപ്പോ നിങ്ങൾക്കത് മനസ്സിലായില്ല. നിങ്ങൾക്കത് മനസ്സിലാവാത്തപ്പോ നിങ്ങൾ എന്റെ ഭ്രാന്തനാക്കി. സത്യത്തില് എന്നെ ആരാ ഭ്രാന്തനാക്കി തറിയോ? എന്റെ മാമ, വലിയ മാമ, എല്ലാവരും ചേർന്ന് എന്തിനാ ഭ്രാന്തനാക്കിയതറിയോ? തീർച്ചയായിട്ടും സ്വത്ത് ഉണ്ടായിരുന്നു. ആ സ്വത്ത് കഴിക്കലൊക്കെ മുത്തച്ഛക്ക് മാത്രം വലിയ സങ്കടം. എപ്പ കാണുമ്പോ സുഹൃതക്ഷയം നല്ല അടിയിട്ട് ഇതൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. അമ്മമാര് കേൾക്കുമ്പോ തന്നെ ഒരു ഭയം. സ്നേഹത്തോട് നോക്കിയിട്ടില്ല. എന്നെ നോക്കി ചിരിച്ചിട്ട് പോലും ഇല്ല. അമ്മക്ക് ഞാൻ ചിരിച്ചപ്പോഴേ ശാപം കിട്ടിയ ജന്മമാണ്.
ഒരാൾക്ക് മാത്രം എന്നോട് ഈ സ്നേഹം ഉണ്ടായിരുന്നു. അമ്മക്കുട്ടിക്ക് ഭ്രാന്തില്ല അറിയുന്നു ഒരാള് അമ്മക്കുട്ടി മാത്രം. അമ്മക്കുട്ടിക്ക് എന്ത് ഇഷ്ടമായിരുന്നു. അവളിനെ രക്ഷിക്കാൻ വന്ന ദേവതയെന്ന് ഞാൻ വിചാരിച്ചേ. അത് ഈ ഭ്രാന്തന്റെ തോന്നലാണ്. അമ്മുന്റെ കണ്ണില് ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമായിരുന്നു. ഭൂമി ഇങ്ങനെ കറങ്ങനെ പോകരുത്. ആ കണ്ണിലത് മുഴുവൻ എന്റെ സ്വപ്നമായിരുന്നു. എന്ത് ഭംഗിയാ അമ്മക്കിനറിയോ. മൈനാറ്റ കിട്ടില്ല തുടുത്ത വെള്ള മഞ്ഞച്ച പിന്നീട് കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെതറി തെറിച്ച തലമുടി എന്ത് രസാ. അമ്മുക്കുട്ടി അമ്മുക്കുട്ടി ഒരു മുട്ടുമ്പ മുറിയായിട്ട് അവളത് കണ്ടപ്പോ അമ്മുക്കുട്ടി പറയുകയും ചെയ്യും, അച്യുതനാര് പറഞ്ഞ് കേൾക്കാഞ്ഞിട്ട് തന്നെ ഈ അച്യുതാര് പറഞ്ഞ് കേൾക്കണട്ടാന്ന് പറഞ്ഞു. അവളിന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ അമ്മുക്കുട്ടി ഒന്ന് തൊട്ടോട്ടെ ഞാൻ ചോദിച്ചു. അവൾ ചിരിച്ചിട്ട് അടുത്തേക്ക് വരികയും ചെയ്തു. ഞാൻ തൊട്ടതും അച്യുതനായരെ കണ്ടതും അമ്മതി കാട്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പൊള്ളലും അറിയില്ല. കുളിപ്പിക്കാൻ കുരിച്ച വെള്ളം അപ്പൊ പറഞ്ഞു ദേവദാസന്റെ കുട്ടി ഞാനിട്ടല്ലേ അപ്പൊ അച്യുതൻ പറയാ കടയിലെ മീത് മരുന്നില്ല കാളിയമ്മേന്ന്. ഇതൊക്കെ അവന്റെ അമ്മതിയാണ്. ഞാനെന്താ അമ്മതി കണ്ടു നിങ്ങാതി തന്നെ കുറെ തന്നെ ഇപ്പോഴും യാതൊരു പറയില്ല. ഞാനേ ആരൊരു കാര്യം തീരുമാനിച്ചു. ഒരു ദിവസം ഞാൻ ഒരാളെ കൊന്ന് പതുങ്ങി ചെന്ന് ആ പരുക്കൻ കൈ പരത്തി വെച്ച് ഉറങ്ങുമ്പോ രാവിലെ നോക്കുമ്പോ ഇന്നത്തെ അല്ലാതെ നോക്കുമ്പോ ആ കൈ കാണരുത്. കൈ നിറഞ്ഞ് മുറ്റത്ത് കൂടെ ഓടി നടക്കണത് എനിക്ക് കടിച്ചിരിക്കണം. എനിക്ക് കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി ഒറ്റപ്പെടുത്തി.
കേൾക്കണം. ഭ്രാന്തന്റെ മനസ്സ് ഒരു തകർന്ന കണ്ണാടിയാണ്. ഓരോ കണ്ണാടി പൊട്ടിലിട്ടല്ലോ എന്റെ ചെവര് തെറിച്ച് ജീവിതം. എനിക്ക് കാണാൻ എന്റെ മനസ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ എന്റെ മനസ്സ് തകർന്ന കവിത. അതിന് വരികളൊക്കെ എന്റെ ചോരോണ്ട് എഴുതിയതാ. ദൈവം എന്നേ മരിച്ചു. മതം അതിന്റെ കല്ലറയാണ്. അധികാരികളും അതിന്റെ പൂക്കളിടുന്ന ഭ്രാന്തന്മാരാണ്. എന്നെ മുറിയിലിട്ട് പൂട്ടിയതാരാ? എന്നെ ചങ്ങല കിട്ടതാരാ? ഭ്രാന്തന്മാരാ ഇങ്ങള്. എന്നിട്ട് പറയാ ദൈവം കാത്തോളുന്നു. ദൈവം എവിടെ? ഞാൻ കരഞ്ഞപ്പോ എന്റെ കണ്ണീര് ഒഴിച്ചു പോയില്ലേ ദൈവം? അല്ലെങ്കിൽ നിശ്ചലനായി നോക്കിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. മതാധികാരികളെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ജനങ്ങളെങ്ങനെ നിയന്ത്രിച്ച് ഞെക്കിക്കൊല്ലും. ജാതിക്കും മതത്തിനും വേണ്ടി വെട്ടിമരിക്കാതെ മനുഷ്യരെ സ്നേഹിക്കുന്ന ഭ്രാന്തന്മാരായിക്കൂടെ? ജാതിക്കും മതത്തിനും വേണ്ടി വെട്ടിമരിക്കാതെ മനുഷ്യന്മാരെ സ്നേഹിക്കുന്നതായിക്കൂടെ? എല്ലാരും കൂടി എല്ലാരും കൂടി എന്റെ ജീവിതം തകർത്ത് ഞാന് നല്ല സ്നേഹിച്ചിട്ട് അമ്മക്കുട്ടീനെ അകറ്റി ഓളെ നശിപ്പിച്ച് എനിക്ക് ആരുമില്ലാണ്ടാക്കിയില്ലേ? എന്നെ പ്രാർത്ഥനാക്കിയില്ലേ? ചങ്ങല കിട്ടണ ചങ്ങല കിട